മലപ്പുറം ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടകത്തെ ചൊല്ലി വിവാദം. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ സ്കൂൾ അധികൃതർ പിന്മാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരിപ്പിക്കുക ഇനി പുതിയ നാടകം. ഹിന്ദു പുരാണ കഥാപാത്രങ്ങളെ അവഹേളിച്ചു എന്ന പരാതിയുമായി ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. വിശദവിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. നാടകത്തിൽ എന്താണ് ഹിന്ദു പുരാണങ്ങളെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിൽ ഒരു പരാതി ഉയരാൻ കാരണം? ഇതിന്റെ ഉള്ളടക്കം എന്താണ്? നാടകത്തിന്റെ വിശദവിവരങ്ങൾ. മൂത്തി വീരനാട്യം എന്ന് പറഞ്ഞ വണ്ടൂരിൽ വെച്ച് നടന്ന മലപ്പുറം ജില്ലാ കലോത്സവത്തിലെ 1ാം സ്ഥാനം നേടിയ നാടകമാണ് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചിരിക്കുന്നത്. അതായത് ഈ നാടകത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ പ്രചരിക്കുകയുണ്ടായി. അത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രതിനിധികൾ ഇന്നലെ AKMHS കോട്ടൂർ സ്കൂളിലെത്തി പ്രതിനിധികളുമായി സംസാരിച്ചത്. പിന്നാലെയാണ് ഈ നാടകം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ അവതരിപ്പിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തിയത്. പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് സ്കൂൾ അധികൃതർ നൽകിയത്. അവർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. അതായത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തം എന്ന നിലയിലാണ് ഈ ഒരു നടപടി. കാരണം ഇത്തരം ഒരു വിവാദം ഉണ്ടായി, ഇനിയും കൂടുതൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ല. അതിനാൽ തന്നെ ഈ നാടകം ഇനി ഉണ്ടാവില്ല, പുതിയ നാടകമായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. അതായത് ഈ പറയുന്ന ആരോപണം ഇതാണ്: ഇത്തരത്തിൽ ഹിന്ദു പുരാണങ്ങളെ അവഹേളിക്കുന്നു, ഒപ്പം തന്നെ അസഭ്യമായ പദപ്രയോഗങ്ങൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് വീരനാട്യം എന്ന നാടകത്തെ കുറിച്ചുള്ള ആരോപണമായി തന്നെ ഇത്തരം സംഘടനകളൊക്കെ ഉന്നയിച്ചത്. അതിന് പിന്നാലെ കൂടിയാണ് സ്കൂൾ അധികൃതർ ഇങ്ങനെ ഒരു പിന്മാറ്റത്തിലും എത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായതിനു ശേഷം കൂടിയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് സ്കൂൾ അധികൃതരും AKMHS കോട്ടൂർ സ്കൂൾ അധികൃതർ കൂടി എത്തിയിരിക്കുന്നത്. മോത്തി.